മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ വരികൾ നമ്മൾ ഓണപ്പാട്ടുകളിൽ എത്രയോ തവണ കേട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയായിരുന്നു ആ മാവേലി നാട്? എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മലയാളികൾ ഇന്നും ആ കാലത്തെ ഇത്ര സ്നേഹത്തോടെ ഓർക്കുന്നത്? മഹാബലി രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്കിടയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലായിരുന്നു എന്നാണ്. കള്ളമില്ല, ചതിയില്ല, അനീതിയില്ല, എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്. അതുകൊണ്ട് തന്നെയാണ് മഹാബലി ഒരു രാജാവിൻ്റെ ഓർമ്മ മാത്രമാകാതെ നല്ലൊരു സമൂഹത്തിൻ്റെ സ്വപ്നമായി ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. മഹാബലി ആരായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം പാതാളത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കൽ തൻ്റെ ജനങ്ങളെ കാണാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചത്? ഇതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. എന്നാൽ ഓണത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ മറ്റൊരു ചെറിയ കഥ കൂടി പറയട്ടെ. ഒരു പാവപ്പെട്ട കർഷകൻ, വലിയ ഭൂമിയൊന്നുമില്ല, വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. ഒരു വർഷം ഓണം വന്നപ്പോൾ അയാളുടെ വീട്ടിൽ ആഘോഷിക്കാനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു. വിളവ് മോശമായിരുന്നു. വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നത് വളരെ കുറച്ച് അരി മാത്രം. അപ്പോഴാണ് വാതിൽക്കൽ ഒരു അതിഥി എത്തിയത്. വിശന്നും ക്ഷീണിച്ചും നിന്ന ഒരു വൃദ്ധൻ. ഇനി പറയൂ, സ്വന്തം വീട്ടിൽ ഭക്ഷണം പോലും തികയാത്തപ്പോൾ ആ കർഷകൻ എന്തു ചെയ്യും? അയാൾ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. തനിക്കുണ്ടായിരുന്നതിൽ നിന്ന് ആ അതിഥിക്ക് ഭക്ഷണം നൽകി. അവസാനം താനും ഭാര്യയും ഭക്ഷണം കഴിക്കാതെ നിന്നു. പക്ഷേ ആ അതിഥി സാധാരണക്കാരനായിരുന്നില്ല. അവരുടെ മുന്നിൽ നിന്നത് മഹാബലി തമ്പുരാൻ തന്നെയായിരുന്നു എന്നാണ് ആ കഥ പറയുന്നത്. അദ്ദേഹം അന്വേഷിച്ചത് തൻ്റെ ജനങ്ങൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നല്ല, അവരുടെ മനസ്സിൽ ഇന്നും സ്നേഹവും കരുണയും പങ്കുവയ്ക്കാനുള്ള മനസ്സുമുണ്ടോ എന്നായിരുന്നു. അവിടെ നിന്നാണ് ഓണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നത്. ഓണം ഒരു ആഘോഷം മാത്രമല്ല, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. പൂക്കളത്തിനേക്കാൾ മനോഹരമായത് നമ്മുടെ മനസ്സാകട്ടെ. സദ്യയേക്കാൾ സമൃദ്ധമായത് നമ്മുടെ സ്നേഹമാകട്ടെ. പുതുവസ്ത്രത്തേക്കാൾ പുതുമയുള്ളത് നമ്മുടെ ചിന്തകളാകട്ടെ. ഓണക്കോടിയേക്കാൾ വിലയേറിയത് നമ്മുടെ ബന്ധങ്ങളാകട്ടെ. പൂക്കളത്തിൻ്റെ നിറങ്ങളേക്കാൾ വർണ്ണാഭമായത് നമ്മുടെ ജീവിതമാകട്ടെ. ഓണപ്പാട്ടിനേക്കാൾ മധുരമായത് നമ്മുടെ വാക്കുകളാകട്ടെ. സദ്യയിലെ വിഭവങ്ങളെക്കാൾ നിറഞ്ഞത് നമ്മുടെ ഹൃദയങ്ങളാകട്ടെ. ഓണത്തിന് സന്തോഷത്തേക്കാൾ വലുതാകട്ടെ നമ്മുടെ പങ്കുവയ്ക്കൽ. മാവേലിയുടെ വരവിനേക്കാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത് നന്മയുടെ വരവിനാകട്ടെ. ഓണത്തിൻ്റെ ആഘോഷത്തേക്കാൾ മനോഹരമാകട്ടെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ. ഓണക്കോടി ശരീരത്തെ അലങ്കരിക്കട്ടെ. സ്നേഹവും കരുണയും നമ്മുടെ മനസ്സിനെ അലങ്കരിക്കട്ടെ. വീടുകളിൽ മാത്രം പൂക്കളം വിരിയാതിരിക്കട്ടെ, ഹൃദയങ്ങളിലും സ്നേഹത്തിൻ്റെ പൂക്കളം വിരിയട്ടെ. ഓണം ഒരു ദിവസത്തെ ആഘോഷമാകാതെ ഓരോ ദിവസവും പങ്കുവയ്ക്കലിൻ്റെ ഓണമാകട്ടെ. മാവേലി തമ്പുരാൻ സ്വപ്നം കണ്ട ആ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ലോകത്തിലേക്ക് നമുക്ക് ഓരോ ചെറിയ ചുവടുവയ്പ് നടത്താം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തോടെ മുടിശ്ശേരിലച്ചൻ.